എല്ലാവർക്കും റാസിൽ മോൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് കക്ക കിട്ടി. അത് എന്നും വരത്തില്ല, വല്ലപ്പോഴുമൊക്കെ ദിവസങ്ങളിൽ മാത്രം ഇങ്ങനെ കക്ക കൊണ്ടുവരത്തുള്ളൂ. അങ്ങനെ ഇന്ന് നമുക്ക് ഇച്ചിരി തോടോട് കൂടിയ കക്ക കിട്ടി. അപ്പോൾ അത് വാങ്ങിച്ച് മോനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് പുഴുങ്ങാൻ വേണ്ടി അടുപ്പയിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് കക്കാത്തോരൻ വെക്കാമെന്ന് വിചാരിച്ചു സ്പെഷ്യലായിട്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഉച്ചയായി, തോരനൊക്കെ വെച്ചു. അങ്ങനെ സാമ്പാറും ചോറും കക്കയിറച്ചി അങ്ങ് തോരനാക്കിയത്. പിന്നെ പച്ചടി ഉണ്ടാക്കി, മത്തി കറി വെച്ചു, പിന്നെ മാങ്ങ അച്ചാർ, അങ്ങനെ എല്ലാം കൂട്ടി മോന് ചോറ് കൊടുത്തു. അപ്പോൾ എല്ലാം ടേസ്റ്റ് നോക്കിയേച്ച് ഓക്കെ ആണെന്ന് പറയുകയാണ്. അപ്പോൾ ആദ്യം എല്ലാം എടുത്ത് വെച്ച് ഇച്ചിരി ടേസ്റ്റ് നോക്കും. അങ്ങനെ അതെല്ലാം നോക്കി വെച്ച് ഓക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം മോനെ അക്കങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു ഗെയിമിൻ്റെ രൂപത്തിൽ അത് കളിച്ച് അവനെ അക്കങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഞാൻ വിചാരിച്ചെല്ലാം മറന്നുപോയി കാണുമായിരിക്കുമെന്ന്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താലൊന്നും അക്കങ്ങളൊന്നും മറന്നില്ല. ഓരോന്ന് ചോദിക്കുമ്പം എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം അവർക്ക് കളിയിൽ കൂടി അത് മനസ്സിലാക്കുമ്പോൾ അത് ഓർമ്മയിൽ തന്നെ ഇരിക്കും. അങ്ങനെ ഇത്തരം കുഞ്ഞുങ്ങൾക്ക് അത് വലിയൊരു ഉപകാരമാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ അക്കങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനൊരു സാഹചര്യം നമുക്ക് ഉണ്ടായി. അപ്പോൾ ഇന്ന് വിളിച്ചപ്പം പെട്ടെന്നത് കളിക്കാനൊക്കെ പെട്ടെന്ന് വന്നു. അക്കങ്ങളൊക്കെ ഓരോന്നും കാണിച്ചു തരും. ചിലതൊക്കെ അങ്ങ് തെറ്റിപ്പോകും, എന്നാലും ചിലതൊക്കെ കറക്റ്റായിട്ട് പറയുകയും ചെയ്യും. അത് കഴിഞ്ഞ് വൈകിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് പള്ളിയിലേക്ക് 3 ഉസ്താദന്മാർക്ക് കാപ്പിയാണ്. അപ്പോൾ സന്ധ്യയായപ്പോൾ ആ പാത്രമൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് പള്ളിയിൽ പോയേച്ച് വന്നതിന് ശേഷം അങ്ങനെ അവർക്കുള്ള കാപ്പിയൊക്കെ റെഡിയാക്കി എല്ലാം കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് പള്ളിയിൽ നിന്ന് കാപ്പി മേടിക്കാനുള്ള പയ്യൻ വന്നു. അങ്ങനെ പയ്യൻ്റെ കൈവശം കാപ്പിയൊക്കെ എടുത്ത് കൊടുത്ത് പയ്യനെയൊക്കെ എല്ലാ യാത്ര പറഞ്ഞൊക്കെ വിട്ടു. അങ്ങനെ പയ്യൻ വെളിയിലിറങ്ങി ഇന്ന് സൈക്കിളിൽ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കി ടാറ്റ പറയുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം കണ്ടില്ല. അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പുള്ളിക്ക് ടാറ്റയൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുന്നു. അങ്ങനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.